വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു അധ്യാപകൻ വൈകുന്നേരം നഗരത്തിലെ ഉദ്യാനത്തിലിരിക്കുകയാണ്. ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഗുഡ് ഈവനിങ് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സാറിന് എന്നെ മനസ്സിലായോ? അധ്യാപകൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഞാൻ താങ്കളുടെ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകൻ പുഞ്ചിരിച്ചു. പേരുവിവരങ്ങൾ ചോദിച്ചു. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? യുവാവ് പറഞ്ഞു, ഞാനും അങ്ങയെപ്പോലെ അധ്യാപകനായി. അങ്ങയുടെ ഒരു പ്രവൃത്തിയാണ് എനിക്ക് അങ്ങയെപ്പോലെ അധ്യാപകനാകാൻ പ്രചോദനമായത്. അധ്യാപകന് കൗതുകമായി. അതെന്താ കാര്യം? എൻ്റെ എന്ത് പ്രവൃത്തിയാണ് നിനക്ക് പ്രചോദനമായത്? യുവാവ് പറഞ്ഞു, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി മനോഹരമായ ഒരു വാച്ച് കെട്ടിക്കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് കളിക്കാൻ പോയപ്പോൾ അവനത് ബാഗിൽ വെച്ചു. ആരും കാണാതെ ഞാനത് മോഷ്ടിച്ച് പോക്കറ്റിലിട്ടു. ക്ലാസ് സമയത്ത് ആ കുട്ടി വാച്ച് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. സാറിനോട് പറഞ്ഞു. സാർ എല്ലാവരോടും വട്ടത്തിൽ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിച്ചു. എൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് എടുത്തിട്ടും അങ്ങ് പരിശോധന തുടർന്നു. എല്ലാവരെയും പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അങ്ങ് എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു. വാച്ച് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാർ വാച്ച് ഉടമസ്ഥന് നൽകിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ക്ലാസ് എടുത്തു. ഇന്നും ഓർമ്മിക്കുമ്പോൾ വല്ലാത്തൊരു തോന്നലാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസമായിരുന്നു അത്. ഞാൻ എന്നേക്കും ഒരു കള്ളനായി മാറാമായിരുന്ന ദിവസം. സാർ എൻ്റെ പേര് പറയാതിരുന്നതിനാൽ എനിക്ക് അപമാനമായില്ല. സാറിനിപ്പോൾ എന്നെ മനസ്സിലായോ? യുവാവ് ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇല്ല, ഇപ്പോഴും എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. കാരണം അന്ന് പോക്കറ്റ് പരിശോധിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണും അടച്ചു പിടിച്ചിരുന്നു എന്നാണ്. അത്ര ക്ലാസിക്കായ മറുപടി അല്ലേ? അധ്യാപകൻ്റെ ഉത്തരം ഈ മറുപടി കേട്ട് യുവാവ് വികാരാധീനനായി. അവർ ഏറെ നേരം ആ ഉദ്യാനത്തിൽ ഒരുമിച്ചിരുന്നു. ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും കഥകൾ പങ്കുവച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ആ ശാന്തമായ നിമിഷത്തിനു മീതെ സ്വർണ്ണ നിറമുള്ള ഒരു തിളക്കം വീണു. ചില മനുഷ്യർ അങ്ങനെയാണ്. അപാരമായ സത്യസന്ധത കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. ഒന്നും അവകാശപ്പെടാനില്ലാത്തതാണ് അവരുടെ പേര് രേഖപ്പെടുത്തി തുടങ്ങുന്നത്. എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറം അവരെങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കും, അനശ്വരമായി. വളരെ പ്രധാനപ്പെട്ടൊരു കഥയായി തോന്നുന്നില്ലേ? നിങ്ങളും അങ്ങനെ വേണം. ചില മനുഷ്യരെ നിങ്ങൾ സത്യസന്ധരായി തന്നെ കാണണം. അവർ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതാവും. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥിയുടെ പോക്കറ്റിലെ ഈ വാച്ച് തിരഞ്ഞ ആ അധ്യാപകൻ ഒടുവിൽ ഏത് കുട്ടിയാണ് ആ മോഷണം നടത്തിയതെന്ന് പോലും ഉള്ളിലറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ കുട്ടി മോഷ്ടിക്കില്ല എന്നൊരു തിരിച്ചറിവ് ആ അധ്യാപകനുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആ അധ്യാപകൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുമായിരുന്നില്ലേ?